ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഏതനിൽ ഗ്ലാസ്, പ്ലൈവുഡ്സ്, ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശേഖരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാടം മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. ചേലക്കര പഞ്ചായത്തിൽ സ്ട്രീറ്റ് ലൈറ്റ് കരാറുകാരന്റെ ആരോപണങ്ങൾ തള്ളി ഭരണസമിതി. ഗുണനിലവാരമില്ലാത്ത ജോലിക്ക് പണം നൽകാനാവില്ലെന്നും 5 ലക്ഷത്തിലധികം രൂപ നൽകി കഴിഞ്ഞുവെന്നും പഞ്ചായത്ത് വ്യക്തമാക്കി. ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ തെരുവ് വിളക്ക് കരാറുകാരൻ മുജീബ് ഉന്നയിക്കുന്ന ആരോപണങ്ങൾ പൂർണ്ണമായും വസ്തുതാ വിരുദ്ധമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണനും സെക്രട്ടറി എം ജയലക്ഷ്മിയും CCVയോട് വ്യക്തമാക്കി. കഴിഞ്ഞ ഭരണസമിതിയിൽ ഞാൻ അംഗമായിരുന്നു. എല്ലാവരുടെയും ആവശ്യപ്രകാരം 22 പേരും കൂടി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് എത്രയും പെട്ടെന്ന് ബൾബുകൾ എവിടെ ഇടാതെ ആന ഇറങ്ങിയിട്ടും മറ്റുള്ള ശല്യമൊക്കെ കാരണം എല്ലാവരും കൂടി തീരുമാനിച്ചിട്ടാണ് അടിയന്തരമായി ഒരാളെ കൂടി വെക്കുക എന്ന് പറഞ്ഞിട്ടാണ് ഈ മുജീബ് എന്ന അദ്ദേഹത്തെ നമ്മളിവിടെ നിയമിക്കുന്നത്. അദ്ദേഹം വന്നു, ബൾബുകൾ ആദ്യ റൗണ്ടിൽ ഇട്ടു. ആ ഇട്ടതിൻ്റെ ശേഷം ചിലപ്പോൾ ആ ഇട്ടിട്ട് കോണി എടുത്തിട്ട് മാറുമ്പോൾ തന്നെ ആ ബൾബ് പോയിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം, പഴയ ബൾബുകളാണ് കൊണ്ടുവരുന്നത്. വ്യാപകമായിട്ടുള്ള പരാതികളായിരുന്നു അന്ന് മുതൽ, വ്യാപകമായിട്ടുള്ള. പിന്നെ അതിൻ്റെ ലീഗൽ വശങ്ങളെല്ലാം ബഹുമാനപ്പെട്ട സെക്രട്ടറി പറയും എന്നുള്ളത് ഞാൻ ഇതിലേക്ക് കിടക്കുന്നില്ല. ഇത് എന്ത് താല്പര്യം വെച്ചിട്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കഴിഞ്ഞ ഭരണസമിതിയിൽ ഞാൻ അംഗമായിരുന്നു, ഏകകണ്ഠമായിട്ടാണ് തീരുമാനമെടുത്തത്. ഈ ഭരണസമിതിയിലും ഏകകണ്ഠമായി തീരുമാനമെടുത്തിട്ടാണ് അദ്ദേഹത്തെ ഒഴിവായി. ഇവിടെയുള്ള മെമ്പർമാരടുത്ത് ചോദിച്ചാൽ അറിയാം, ബൾബ് ഇടാൻ പറഞ്ഞാൽ പൈസ തരൂ, ഞാൻ കോയമ്പത്തൂർ പോയി മേടിച്ചു കൊടുന്ന് ഇടാം. അങ്ങനെയല്ല എഗ്രിമെന്റുകളെ കുറിച്ച് സെക്രട്ടറി പറയും. എന്നാൽ ഈ ഭരണസമിതി വന്നിട്ട് ഒരു ബൾബ് പോലും ഇദ്ദേഹം ഇട്ടിട്ടില്ല. പക്ഷെ ഒരു ഏകദേശം ഞങ്ങൾ 1,80,000 രൂപയോളം ഇപ്പൊ കൊടുത്തു. കഴിഞ്ഞ ആഴ്ചയിലാണ് 75,000 രൂപ കൊടുത്തത്. അതിന് മുന്നത്തെ ആഴ്ചയിലാണ് 80,000 രൂപയോളം കൊടുത്തത്. ഇത്രയും പൈസ ഒരു ബൾബ് പോലും ഇടാതെ കഴിഞ്ഞ കാലങ്ങളിൽ ഇട്ടു, അതിന്റെ ബാലൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കൊടുത്തത്. അപ്പൊ അദ്ദേഹം എന്തോ താല്പര്യത്തിന്റെയോ അല്ലെങ്കിൽ ഈ ഭരണസമിതിയുടെ മുഖം നഷ്ടപ്പെടുത്താനു വേണ്ടി ഈ പഞ്ചായത്തിന്റെ മുന്നിൽ വന്നിരുന്ന് നമ്മളെ കളിയാക്കുക എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. മറ്റു കണക്കുകളെ കുറിച്ചെല്ലാം സെക്രട്ടറി പറയും എന്നുള്ളതുകൊണ്ട് ഞാൻ ഇതിലേക്ക് കടക്കുന്നില്ല. പല താല്പര്യങ്ങളും ഉണ്ടാവാം. ഞാനത് ഒരു ഔദ്യോഗികമായിട്ടുള്ള യോഗം അല്ല നമ്മൾ മറുപടി പറയണം ആയതുകൊണ്ട് ഞാൻ മറ്റ് രാഷ്ട്രീയ താല്പര്യങ്ങളെ കുറിച്ച് ഞാൻ സംസാരിക്കില്ല. കാരണം ഞാൻ ഇരിക്കുന്ന കസേര സെക്രട്ടറിയാണ് ഇരിക്കുന്നത്, ആയതുകൊണ്ട് ഞാൻ പറയില്ല. അതിന്റെ പിന്നിൽ എന്താണ് എന്നുള്ളത് വളരെ വ്യക്തമായി ഭക്ഷണം കഴിക്കുന്ന ആർക്കും മനസ്സിലാവും. കരാർ വ്യവസ്ഥകൾ പാലിക്കാതെയും ഗുണനിലവാരമില്ലാത്ത ഉപകരണങ്ങൾ ഉപയോഗിച്ചും പഞ്ചായത്തിനെ തെറ്റിദ്ധരിപ്പിക്കാനാണ് കരാറുകാരൻ ശ്രമിക്കുന്നതെന്ന് ഭരണസമിതി ആരോപിച്ചു. വാർഡുകളിൽ തെരുവ് വിളക്കുകൾ സ്ഥാപിച്ചെങ്കിലും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവ പ്രവർത്തനരഹിതമായി. ഗുണനിലവാരമില്ലാത്ത ബൾബുകൾ ഉപയോഗിച്ചതിനാലാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഓരോ വാർഡിലും വിളക്കുകൾ കത്തുന്നുണ്ടെന്ന് മെമ്പർമാർ സാക്ഷ്യപ്പെടുത്തിയെങ്കിൽ മാത്രമേ തുക അനുവദിക്കാൻ കഴിയൂ. എന്നാൽ വാർഡ് മെമ്പർമാരുടെ സാക്ഷ്യപത്രമോ കൃത്യമായ രേഖകളോ ഇല്ലാതെയാണ് കരാറുകാരൻ പണം ആവശ്യപ്പെടുന്നത്. നിലവിൽ അദ്ദേഹം ചെയ്ത ജോലികൾക്കായി 5,25,540 രൂപ പഞ്ചായത്ത് അനുവദിച്ചിട്ടുണ്ട്. 10 ലക്ഷം രൂപയുടെ പ്രൊജക്ടിൽ പകുതിയിലധികം തുക ഇതിനകം നൽകിക്കഴിഞ്ഞു. ബാക്കി 6 മാസത്തെ കരാർ കാലാവധി കൂടി നിലനിൽക്കെയാണ് സർക്കാരിന്റെ സാമ്പത്തിക ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് മുഴുവൻ തുകയും വേണമെന്ന് അദ്ദേഹം വാശി പിടിക്കുന്നത്. പല വാർഡുകളിലും സ്ട്രീറ്റ് ലൈറ്റുകൾ കത്താത്തതിനെ തുടർന്ന് ജനങ്ങളിൽ നിന്നും വാർഡ് മെമ്പർമാരിൽ നിന്നും വലിയ തോതിലുള്ള പരാതികളാണ് ഉയരുന്നത്. ഇത് പഞ്ചായത്തിന്റെ പ്രതിച്ഛായയെ മോശമായി ബാധിച്ചിട്ടുണ്ട്. വന്യമൃഗശല്യം രൂക്ഷമായ പ്രദേശങ്ങളിൽ പോലും വിളക്കുകൾ കത്താത്തത് ജനങ്ങളെ ദുരിതത്തിലാക്കി. ഈ സാഹചര്യത്തിൽ ജോലികൾ പൂർത്തിയാക്കാതെയും മാനദണ്ഡങ്ങൾ പാലിക്കാതെയും പണം അനുവദിക്കാൻ കഴിയില്ലെന്ന് സെക്രട്ടറി വ്യക്തമാക്കി. പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സമരം നടത്തി ഭരണസമിതിയെ സമ്മർദ്ദത്തിലാക്കാനുള്ള ശ്രമമാണ് കരാറുകാരൻ നടത്തുന്നതെന്നും ഇതിനെതിരെ നിയമപരമായ നിലപാട് സ്വീകരിക്കുമെന്നും പഞ്ചായത്ത് ഭരണസമിതി അറിയിച്ചു. തെരുവുവിളക്ക് പരിപാലനത്തിനായി കഴിഞ്ഞ ഏപ്രിൽ റീടെൻഡർ നടത്തിയത് പ്രകാരമാണ് ശ്രീ മുജീബ് എന്ന ആൾ ചേലക്കര ഗ്രാമപഞ്ചായത്തുമായി കരാറിൽ ഏർപ്പെടുന്നതും ഒരു വിളക്കിന് 390 രൂപ എന്ന നിരക്കിൽ കരാർ ഏറ്റെടുക്കുന്നതും. അദ്ദേഹവുമായി ഗ്രാമപഞ്ചായത്തിനുള്ള കരാർ പ്രകാരം ഒരിക്കലും തുക മുൻകൂറായി നൽകാമെന്നില്ല. ഒരു വർഷത്തെ ഒരു പോസ്റ്റ് 1 വർഷം ലൈറ്റ് കത്തിയാലാണ് 390 രൂപ അനുവദിക്കാവുന്നത്.
എന്നിരുന്നാലും അദ്ദേഹം ആദ്യഘട്ടം കഴിഞ്ഞ ഓരോ ഘട്ടവും കഴിയുമ്പോൾ പൈസ ഇല്ലാന്നും മെയിൻ്റനൻസിനും കൂലിക്കും പൈസ ഇല്ല എന്ന് അറിയിച്ചതിന്റെ സാഹചര്യത്തിൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാര് എഴുതി തരുന്ന മുറയ്ക്ക് ആദ്യഘട്ടം ഒരു 390 രൂപയുടെ പകുതി രൂപ നമ്മൾ അനുവദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ നവംബർ വരെ പല യോഗങ്ങളിലും ഇദ്ദേഹത്തെ വിളിച്ച് ഇദ്ദേഹം കത്തിച്ച പോസ്റ്റിലും ലൈറ്റ് ഇല്ല എന്ന് ഭരണസമിതിയിലും നേരിട്ടും എല്ലാം ഇദ്ദേഹത്തെ അറിയിച്ചിട്ടുള്ളതാണ്. പല ഘട്ടങ്ങളിലും അദ്ദേഹത്തെ പഞ്ചായത്ത് ഓഫീസിൽ വിളിച്ചു വരുത്തി അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിലുള്ള അപാകതകൾ അറിയിച്ചിട്ടുള്ളതാണ്. എന്നിരുന്നാലും അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട് എന്ന് മെമ്പർമാർ പറഞ്ഞ സാഹചര്യത്തിൽ ആ പോസ്റ്റുകളുടെ എല്ലാം പകുതി പൈസ നാളിതുവരെ നൽകിയിട്ടുണ്ട്. തുടർന്ന് അദ്ദേഹം കത്തിച്ച പോസ്റ്റുകളിൽ സേവനം ലഭ്യമാകാതിരിക്കുകയും അദ്ദേഹം ജനപ്രതിനിധികൾ വിളിച്ച പ്രകാരം പല വാർഡുകളിലും എത്താതിരിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഐക്യകണ്ഠേന പുതിയ ഭരണസമിതി അദ്ദേഹത്തിന്റെ സേവനം തൃപ്തികരമല്ല എന്ന് കണ്ടെത്തുകയും അത് അവസാനിപ്പിക്കാം എന്ന് പറയുകയും ചെയ്തു. അദ്ദേഹത്തോട് അതിന് വിശദീകരണം ആരായുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം തൃപ്തികരമായ യാതൊരു വിശദീകരണവും അദ്ദേഹം നൽകിയില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം ഒരു തവണ കയറിയെങ്കിലും മുഴുവൻ തുകയായ 390 രൂപയും ലഭ്യമാക്കണം എന്നതാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. അതിലെ പല പോസ്റ്റുകളും നിലവിലും ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കത്താതിരിക്കുകയാണ്. നിലവിൽ വേറൊരു കരാറുകാരനെ വിളിച്ചിട്ടാണ് ഗ്രാമപഞ്ചായത്ത് തുടർ നടപടികൾ ചെയ്യുന്നത്. അദ്ദേഹത്തിന് 10 ലക്ഷത്തിലെ ഗ്രാമപഞ്ചായത്ത് 5,25,540 രൂപ നാളിതുവരെയായി അനുവദിച്ച് നൽകിയിട്ടുള്ളതാണ്. എന്ന് പറഞ്ഞാൽ പകുതിയിലധികം. ഇനി 6 മാസം കെടുക്കുകയാണ് കരാർ കാലാവധി. ബാക്കിയുള്ള സേവനം ചെയ്യാതെ തുക നൽകണമെന്ന് പല വിധത്തിലുള്ള ഭീഷണി വഴി, അല്ലെങ്കിൽ ഞാനത് വാങ്ങും എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഭീഷണി. അത് ഒരു തെറ്റായ ഒരു സന്ദേശമാണ്. നമ്മൾ സേവനം ചെയ്യാതെ ഒരു സർക്കാർ ഓഫീസിൽ വന്നിട്ട് ഞാൻ ഏത് വിധേനയും നിർബന്ധപൂർവ്വം പൈസ വാങ്ങും എന്നുള്ളതാണ്. ഇതിൽ ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായോ നമ്മൾ വഴിവിട്ട യാതൊരു കാര്യങ്ങളും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, സേവനം ചെയ്തതിന് അദ്ദേഹത്തിന് കൃത്യമായ കൂലിയും നൽകിയിട്ടുള്ളതാണ്. നിലവിലെ അദ്ദേഹം സേവനം ചെയ്ത എല്ലാ ലൈറ്റുകൾക്കും അദ്ദേഹത്തിന് പൈസ ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇപ്പൊ അഡീഷണൽ ആയിട്ട് ഒരു ബില്ല് ഇവിടെ തന്നിട്ടുണ്ട്. അതിന് ഒരൊറ്റ ജനപ്രതിനിധികളും ഒപ്പിട്ട് നൽകിയിട്ടില്ല. അത്രയും കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് നന്നാക്കി എന്നാണ് പറയപ്പെടുന്നത്. കഴിഞ്ഞ ഭരണസമിതി അംഗങ്ങളോ ഈ ഭരണസമിതി അംഗങ്ങളോ അത് ആധികാരികമാക്കി തന്നിട്ടില്ല. ആ പൈസയെല്ലാം നൽകാനുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. അത് തികച്ചും വാസ്തവവിരുദ്ധമാണ്. CCV ന്യൂസ് ചേലക്കര.